കോക്ക് ഇന്നസെന്റ്. അപ്പോൾ നമ്മുടെ പരിപാടി ഈ പോത്തിനെ നമ്മളൊരു പ്രത്യേക രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാൻ വേണ്ടി പോണ്ട. ഇത്രയും വൃത്തികെട്ട പറഞ്ഞാൽ അസഹനീയ അരോചകം ടോർച്ചറിങ് ആയിട്ടുള്ള ഒരു സ്ക്രീൻ പ്ലേ ഡയറക്ഷനെ കുറിച്ചും ടെക്നിക്കൽ സൈഡിനെ കുറിച്ചൊന്നും പറയുന്നില്ല. അബദ്ധം കാണിക്കല്ലേ, അബദ്ധം അറിയാതെ പറ്റുന്നല്ലേ, ഇത് അറിഞ്ഞു ചെയ്യാൻ പോകുന്നതാടാ. ഇത്രയും വൃത്തികെട്ട ഡയലോഗ്സ്, അയ്യോ ഇങ്ങനെയൊക്കെ ഒരാൾക്ക് ചെയ്യാൻ പറ്റൂ? മോശം വളരെ മോശം. ഇന്ന് രാത്രിയോടെ വാലിബൻ സമാപിച്ചിരിക്കുന്നു. നാളെ മുതൽ വാലിബന്റെ സമാധി ആചരിക്കുന്നതായിരിക്കും. ഇങ്ങനെ ചെയ്തു വെച്ച ഒരു അപരാധം ഈ വാണപരിപാടി മോണിറ്റർ ചെയ്യാൻ വേണ്ടി രതീഷ് കാരക്കടവ് എന്ന് പറയുന്ന വേറെ ഏത് ചങ്ങായും വേറെ ആരൊക്കെ ഉണ്ട്. ആരൊക്കെ ഇതിൽ വർക്ക് ചെയ്തേക്കുന്നത്? എന്ത് തേങ്ങയാണത്? ഏത് ഗുളിയം കയറിയ സമയത്താണോ ഞാൻ ഈ സിനിമ എടുത്ത് തലേ വെച്ചത്. പിന്നെ സുജിത് ഭക്തൻ ഉണ്ട്, മറ്റേ ഇങ്ങനത്തെ കുറേ ആൾക്കാരുണ്ട്, ഇൻഫ്ലുവൻസേഴ്സ് ഉണ്ട്, മറ്റേ മറിച്ചുണ്ട്. സുജിത് ഭക്തനെ കണ്ട് ചിരി നിർത്താൻ പറ്റില്ല. അതായത് ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. അതായത് നമ്മൾ പ്രച്ഛന്ന വേഷം ഉണ്ടാവില്ലേ, 5ാം ക്ലാസ്സിൽ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടീനെ മീശയൊക്കെ വെച്ചിട്ട് വലിയ ആളെ പോലെ കാണിക്കൂലേ? അയ്യോ എന്റെ പൊന്നോ, സുജിത് ഭക്തൻ എന്തോ ആരോഗ്യമന്ത്രി, എന്തോ മന്ത്രിയായിട്ട് ഇങ്ങനെ പതുക്കെ പറ, വല്ലവരും കേൾക്കും. എന്ത് മന്ത്രി? 6ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മീശയില്ലാത്ത ചെക്കൻ്റെ മുകളിൽ മീശ ഒട്ടിച്ച് വെച്ച് ഇങ്ങനെ കതറിട്ട് നിർത്തി ഇങ്ങനെ ഉണ്ടോ? പ്രച്ഛന്ന വേഷങ്ങൾ കണ്ടില്ലേ സ്കൂൾ പഠിക്കുമ്പോൾ? കറക്റ്റ് എന്റെ സുജിത് ഭക്ത. പറ്റിപ്പോയടാ, വേണ്ട നീ ഞാൻ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ. അജിൻ കലാഭവൻ ഇന്റർവ്യൂർ, പുള്ളിന്റെ സുഹൃത്തൊക്കെയാണ്. പക്ഷേ അജിനെ എന്തൊക്കെയാ പറയുന്നത്, ഹൈഡ്രോളിയെ കൂടെ ഇതിൽ കാണിക്കണ്ടായിരുന്നു. ശുഭായാണ്. കിട്ടേണ്ടതൊക്കെ കിട്ടിയല്ലോ, സമാധാനമായല്ലോ. ഇനി സ്വസ്ഥമായിട്ട് വണ്ടി ഈ റോഡിൽ പോട്ടെ.